ഇവിടെ കുറെ നാളായി ഓടി നടക്കുന്ന ജസ്ലമാരെ പോലെ, ജാമിതമാരെ പോലെ, മുസ്ലിം പേരോടുകൂടി രംഗത്തിറങ്ങിയിട്ട് ഇസ്ലാമിനെ തെറി വിളിക്കാനിറങ്ങിയ സ്ത്രീകളെ പോലെ നമുക്ക് സ്വാതന്ത്ര്യം തടയപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പള്ളികൾക്ക് മുമ്പിൽ വന്ന് പർദ്ദ ഊരി പച്ചക്ക് കത്തിച്ച, പട്ടാപ്പകൽ കത്തിച്ച ദജ്ജാലിനെ നേതാവായി കാണുന്നൊരു സമൂഹം ഇന്ന് ലോകം ഭരിക്കുന്ന ദജ്ജാലിന്റെ അനുയായികളാ. അവർ ലോകം മുഴുവനും ദജ്ജാലിന്റെ താല്പര്യങ്ങൾ, ഇബ്ലീസിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാ. ദജ്ജാലിനെ നേതാവായി കാണുന്നൊരു സമൂഹം. ആരാ ദജ്ജാല്? ലോകം ഭരിക്കുന്നത് ആരാ? നമ്മൾ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുക. കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ. അമേരിക്ക ഭരിക്കുന്നത് ജോ ബൈഡൻ. ഇങ്ങനെ ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിൽ നമുക്ക് പേരെടുത്ത് പറയാൻ ഓരോ ഭരണാധികാരികളുണ്ടാവും. ഞാൻ പറയാം, ഇവരാരുമല്ല ലോകം ഭരിക്കുക. ഇന്ന് ലോകം ഭരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ 14th ക്ലബ്ബ് എന്ന് പറയും. 14th ക്ലബ്ബ്, ഒരു 14 പേരടങ്ങുന്ന ഒരു സംഘമുണ്ട്. മഹാനായ തമീമുദ്ദാരി എന്ന സ്വഹാബി വര്യൻ, ആ സ്വഹാബി വര്യന്റെ ജഹാലത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സമുദ്രത്തിലൂടെ യാത്ര ചെയ്തു പോയ ഒരു യാത്രയെക്കുറിച്ചാണ് പറയാം. ആ യാത്രക്കിടയിൽ അവർ സഞ്ചരിച്ച കപ്പല് അവരെ കൊണ്ട് ആടി ഉലഞ്ഞ് കപ്പൽ തകർന്നു. ഒരു പലകയിൽ ആ കപ്പലിന്റെ കപ്പൽ തകരുന്ന അവസ്ഥയിലെത്തി. അത് ദിശ മാറി ഒരു വിജനമായ പ്രദേശത്തിലെ ഒരു ദ്വീപിലേക്ക് എത്തപ്പെട്ടു. ആ ദ്വീപിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു വൈമാകാരമായൊരു രൂപം, ആഖിറുസ്സമാനിന്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അവസാനം ആ തമീമുദ്ദാരി എന്ന സ്വഹാബി വര്യൻ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് എത്തുന്നു. ഭീമാകാരനായൊരു മനുഷ്യനെ അവിടെ ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കി ഇട്ടിരിക്കുന്നു. ആ ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കി ഇട്ടിരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ആരാണെന്ന് ജസ്സാസ ചോദിക്കാൻ പറഞ്ഞപ്പോ, ആ ജസ്സാസ എന്ന രൂപം ചോദിക്കാൻ പറഞ്ഞതുപോലെ ചോദിച്ചു, മൻ അന്ത, നീ ആരാണ്? വൈഹക്, ആരാണ് നീ? പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്നാ വരിക? നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ആൻസർ പറഞ്ഞു തരുമ്പോൾ ഓരോന്ന് ചോദിക്കുകയാണ്. ഇന്ന നാട്ടില് തിബിരിയ തടാകത്തിലെ വെള്ളം തീർന്നിട്ടുണ്ടോ? ഇല്ല, താമസിയാതെ അത് തീരും. ബൈസാൻഡിയൻ തോട്ടത്തിലെ ഈന്തപ്പനകൾ, അതിലെ കായ്കനികൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അത് താമസിയാതെ അങ്ങനെയാകും. ഇങ്ങനെ ഓരോന്ന് പറയണം. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, ആരാണ് നീ? പറഞ്ഞു, ഞാനാണ് മസീഹുദ്ദജ്ജാൽ, ഞാനാണ് മസീഹുദ്ദജ്ജാൽ. മഹാനായ തമീമുദ്ദാരി എന്ന ക്രിസ്ത്യാനിയാണ്. തമീമുദ്ദാരിക്ക് ക്രൈസ്തവ വിശ്വാസവും ബൈബിളും പറയുന്നൊരു വിശ്വാസവും കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലൊന്നും അറിയില്ല. ഏതായിരുന്നാലും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ സംഭവമെല്ലാം റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ പറയാം. തമീമുദ്ദാരി ദജ്ജാലിനോട് ചോദിച്ചു, എന്നാണ് ദജ്ജാൽ നീ പുറത്തേക്ക് വരിക? എന്നാണ് നമ്മിലേക്ക് വരിക? എന്നാണ് നാട്ടിലേക്ക് വരിക? ആ ദജ്ജാൽ എന്നാണ് നാട്ടിലേക്ക് വരിക? ആ വരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോ, ആ വരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ സമയത്ത് ദജ്ജാല് പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ കുറിച്ച് എത്ര വേദനയോടെ പറയേണ്ടി വരുന്നു. സ്വന്തം പെൺമക്കളെ കുറിച്ച് പിതാവിന്റെ കരച്ചിലോടുകൂടി കണ്ണീരോടെ പരിഭവം പറയുന്ന ഉപ്പമാര്. എൻ്റെ ഉസ്താദേ, എൻ്റെ മകൾ എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി, അവളെ പിടിക്കുന്നിടത്ത് കിട്ടുന്നില്ല, അവളെ ഉപദേശിച്ചാൽ അവൾ ദേഷ്യപ്പെടുകയാണ്. അതേ യാഥാർത്ഥ്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അവരുടെ സ്വതന്ത്രമായ കഴിഞ്ഞ ദിവസത്തെ പത്രമാണ് മലപ്പുറം ജില്ല എന്ന മുസ്ലിം സമുദായത്തിന് ഏറ്റവും ഭൂരിപക്ഷമുള്ള ജില്ല DJ പാർട്ടി നടത്തി. എത്ര കുട്ടികളാണ് കുഴഞ്ഞു വീണത്? എന്തായി DJ പാർട്ടി? പകൽ സമയത്തും രാത്രി എന്ന് പകൽ രാത്രി ഭേദമില്ലാതെ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടപെടലുകളെല്ലാം ജായിസാക്കപ്പെടുന്ന രൂപത്തിലുള്ള സമ്മിശ്രമായി ഒരുമിച്ച് കൂടുന്ന കൂത്തരങ്ങുകൾ DJ പാർട്ടി എന്നും കുട്ടികളുടെ സ്വാതന്ത്ര്യമെന്ന് സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവൻ പ്രാകൃതനായി മാറുകയാണ്, അവൻ വിവരദോഷിയായി മാറുകയാണ്. അതെ, ഇതുപോലെ പറഞ്ഞുപോയ, ഇതുപോലെ പ്രാകൃതനെന്ന് വിളിച്ച ഒരുപാട് ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ, ദീനിന്റെ നിയമങ്ങളെ, വിധിവിലക്കുകളെ വളരെയധികം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരികളാണ് രംഗത്തിറങ്ങിയത്. ആ ചെറുപ്പക്കാരികളിൽ വളരെ വിരളം വരുന്ന ആളുകളെങ്കിലും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ മടങ്ങിപ്പോകുന്നു. അവരുടെ പഴമയിലേക്ക് മടങ്ങിപ്പോകാൻ അവർ തയ്യാറാവുകയാണ്. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പേരിൽ ലോകം മുഴുവനും പേര് കേട്ട, ലോകം മുഴുവനും അറിയപ്പെട്ട തുനീഷ്യ,
ആ തുനീഷ്യയിൽ നിന്ന് സ്ത്രീ വിമോചനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ആമിന സബൂഇ, ആ ആമിന സബൂഇ 2 വർഷം മുമ്പാണ് അതേ തുനീഷ്യയുടെ പാർലമെന്റിന്റെ പരിസരത്ത് വന്നുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വേഷവിധാനം ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ കുറെ നാളായി ഓടി നടക്കുന്ന ജസ്ലമാരെ പോലെ, ജാമിതമാരെ പോലെ, മുസ്ലിം പേരോടുകൂടി രംഗത്തിറങ്ങിയിട്ട് ഇസ്ലാമിനെ തെറി വിളിക്കാനിറങ്ങിയ സ്ത്രീകളെ പോലെ നമുക്ക് സ്വാതന്ത്ര്യം തടയപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പള്ളികൾക്ക് മുമ്പിൽ വന്ന് പർദ്ദ ഊരി പച്ചക്ക് കത്തിച്ച, ആ പട്ടാപ്പകൽ കത്തിച്ച, തീ കത്തിച്ചിട്ട് അത് പിടിച്ചുകൊണ്ട് ഇന്ന് ഇറാനിന്റെ തെരുവുകളിൽ നടക്കുന്നത് പോലെ ശബ്ദമുയർത്തിക്കൊണ്ട് പർദ്ദ ഊരി അതിനെ തീ കത്തിച്ചിട്ട് അതിൻ്റെ മേൽ സിന്ദാബ വിളിച്ച ആമിന സബൂഇ 12 വർഷക്കാലം അതുമായി നടന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് പറഞ്ഞ് സിന്ദാബ വിളിച്ച് നടന്നു. ഫെമിനിസത്തിന്റെ നിയോ ഫെമിനിസത്തിന്റെ വക്താവായി നടന്നു. ആ ആമിന സബൂഇ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങി വരുന്നു. എന്നിട്ട് ഇന്നവളുടെ ഫേസ്ബുക്ക് വാളെടുത്ത് പരിശോധിച്ചാൽ അവൾ പറയുന്നത്, ഒരാളും ഇത് ഫോളോ ചെയ്യരുതേ, അനുഭവസ്ഥയാണ് ഞാൻ. ജസ്ലാം ആടശ്ശേരി ഒരു 5 വർഷം മുമ്പാണ് ഫ്ലാഷ് മോബിന്റെ പേര് പറഞ്ഞ് പരസ്യമായ ആഭാസത്തരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോ അതിനെതിരെ ദീനിന്റെ ഉലമാക്കൾ ശബ്ദിച്ചപ്പോ അവരെ യാഥാസ്ഥികരെന്ന് വിളിച്ച് ഫ്ലാഷ് മോബിന് സ്വാതന്ത്ര്യമില്ലാത്ത നാടോ എന്ന് ചോദിച്ച് ശബ്ദമുയർത്തിയ ജസ്ല 6 മാസം മുമ്പാണ് അവൾ യാഥാർത്ഥ്യം തുറന്നു പറയുന്നു, തിരിച്ചറിയുന്നു. നാം ഇറങ്ങിച്ചെന്ന, എന്നെ മാടി വിളിച്ച, എനിക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച ഈ നവീന നിയോ ഫെമിനിസത്തിന്റെ ലോകം എനിക്ക് സ്വാതന്ത്ര്യമല്ല തരുന്നത്, പിന്നെയോ എൻ്റെ മാദകത്വം തുളുമ്പുന്ന ശരീരത്തിനെ മാത്രമാ ലക്ഷ്യമാക്കുക. ആയിരങ്ങളാണ് കടന്നു വരിക, ആയിരങ്ങളാണ് ഇതുപോലെ കടന്നു വരിക. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെയാണ് വളരെ വിശാലമായ ബഹ്റു പോലൊരു വിഷയമാണിവിടെ, വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള വിഷയമാണിവിടെ. 1980കളോടുകൂടി ലോകത്ത് തുടക്കം കുറിച്ച 100 വർഷം പിന്നിടുന്ന വ്യവസ്ഥാപിതമായ പദ്ധതികൾ ഈ ഉമ്മത്തുൽ മുസ്ലിമയെ മാത്രമല്ല മതവിശ്വാസമുള്ള മുഴുവൻ ആളുകളെയും കുഴിച്ചു മൂടുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായ പദ്ധതികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, വാട്ട് ഡിസ്നി നോക്കുക. ലോകം ഭരിക്കുന്നത് ആരാ? നമ്മൾ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുക, കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ, അമേരിക്ക ഭരിക്കുന്നത് ജോ ബൈഡൻ. ഇങ്ങനെ ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിൽ നമുക്ക് പേരെടുത്ത് പറയാൻ ഓരോ ഭരണാധികാരികളുണ്ടാവും. ഞാൻ പറയാം, ഇവരാരുമല്ല ലോകം ഭരിക്കുക, ഇവരാരുമല്ല ലോകം ഭരിക്കുക. ഇന്ന് ലോകം ഭരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ 14th ക്ലബ്ബ് എന്ന് പറയും. 14th ക്ലബ്ബ് ഒരു 14 പേരടങ്ങുന്ന ഒരു സംഘമുണ്ട്. അത് ഇന്നും നിലയൊന്നുമില്ല, നൂറ്റാണ്ടുകളായി. മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യനോടൊപ്പം ദുനിയാവിലേക്ക് വന്ന പിശാചിനോടൊപ്പം കൂടിയ ആളുകളുടെ ആ പരമ്പര ലോകാവസാനം വരെ ഉണ്ടാവും, ലോകാവസാനം വരെ ഉണ്ടാവും. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സകല വിഷയങ്ങളും, എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയങ്ങളും അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും നാം ധരിക്കുന്ന വേഷം, നമ്മുടെ മക്കൾ ധരിക്കുന്ന കുഞ്ഞുടുപ്പും, ആ മക്കൾക്ക് നിങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുന്ന പാൻറ്റും ഉടുപ്പും, നമ്മുടെ സ്ത്രീകൾ ധരിക്കുന്ന ഓരോ ദിവസം മാറി മാറി വരുന്ന വേഷങ്ങൾ, ഓരോ ദിവസം മാറി മാറി വരുന്ന മോഡലുകൾ, നമ്മുടെ ആൺകുട്ടികൾ ധരിക്കുന്ന പാൻറ്റും ഷർട്ടും, നമ്മുടെ വീടിൻ്റെ സംസ്കാരം, നമ്മുടെ നിർമ്മാണ സംസ്കാരം, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, നാം ഇന്ന് കടന്നു പോകുന്ന A to Z വിഷയങ്ങൾ, ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ഈ 14th ക്ലബ്ബ് കൃത്യമായിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അതിലൂടെ നമ്മളെ കൊണ്ടുപോവാം. വരാൻ പോകുന്ന ഒരു കാലമുണ്ട്, ഒരു പുതിയ ലോകം വരും, ഒരു പുതിയ ലോകം വരികയാണ്. നിങ്ങൾ നോക്കിക്കോളി, കൂട്ടിവെച്ച് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കോളി. നമ്മൾ വരികൾക്കിടയിലൂടെ ലോകത്ത് സഞ്ചരിച്ചു പോകുന്ന നാം ഓരോരുത്തരും വരികൾക്കിടയിൽ നിന്ന് നമ്മൾ വായിക്കണം. നാം കാണുന്നതും കേൾക്കുന്നതും അന്ധമായി വിശ്വസിക്കാതെ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. നാം കാണുന്നതല്ല യാഥാർത്ഥ്യം. നമുക്ക് പ്രത്യക്ഷത്തിൽ പലതിനെയും ചൂണ്ടാനുണ്ട്, പ്രത്യക്ഷത്തിൽ പലതിനെയും സൂചിപ്പിക്കാനുണ്ട്, പലതിനെയും കാര്യകാരണങ്ങളായി പറയാനുണ്ട്. ഇതൊന്നുമല്ല, ഒരു വൺ വേൾഡ് വരുന്നുണ്ട്, ഒരു ഏക ലോകം. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഇനിയും ഇതിലും ഭീതിതമായ സംഭവമൊക്കെ വരാൻ പോകുന്നുണ്ട്. ഒരു വൺ വേൾഡ് 1776 എന്നേക്ക് വർഷം ഒരുപാട് കഴിഞ്ഞു. അതിൻ്റെ അത്യാധുനികമായ വ്യവസ്ഥാപിത പദ്ധതികൾ വന്നതാണ് ഞാൻ പറയാം. 1776 ആകുമ്പോൾ വ്യവസ്ഥാപിതമായ പദ്ധതികൾ വന്നു.
260 വർഷങ്ങൾ കഴിഞ്ഞു. 260 വർഷം. ആ 260 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജർമ്മനിയിലെ ബവേറിയയിൽ ഒരുമിച്ചു കൂടിയ ഒരു ചെറിയ സംഘം, ആദം വാഷ്പറ്റ് എന്നൊരു മനുഷ്യൻ, അയാളുടെ കൂട്ടാളികൾ, അവർ ചേർന്നുകൊണ്ട് കൃത്യമായിട്ടൊരു പദ്ധതി, ന്യൂ വേൾഡ് ഓർഡർ, ഒരു പുതിയ ലോകക്രമം, ഒരു പുതിയ ലോകക്രമം, ഏക ഭരണം, ഏക വിശ്വാസം, ഏക കറൻസി, ഏക ഭരണ സംവിധാനം, ഏക സിസ്റ്റം, അത് ലോകത്ത് വരാൻ പോവുകയാണ്. അതിലേക്കാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിലേക്കാണ് ലോകം സഞ്ചരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകം മുഴുവനും, ദുനിയാവ് മുഴുവൻ എടുത്തു നോക്കിൻ, ദുനിയാവിലെ മുഴുവൻ ഭരണകൂടങ്ങൾ എടുത്തു നോക്കിൻ. ഈ ഭരണകൂടങ്ങളിലെല്ലാം ഊച്ചാളിത്തരം എന്ന് പറയും, ലോക്കൽ ഭാഷ പറഞ്ഞ ഊച്ചാളി പീസുള്ള ആളുകൾ ആരാണോ അവരാണ് ഈ നാടുകളിലെല്ലാം ഭരണത്തിലുള്ളത്. ആപ്പ ഉപ്പകളും പൂച്ചകളും അധികാരത്തിലില്ല. ഗുണ്ടാപ്പീസുമായിട്ട് നടക്കുന്ന ആളുകളാണ് അധികാരത്തിലുള്ളത്. ഈ അധികാരം പിടിച്ചെടുത്ത രാജ്യങ്ങളിലെല്ലാം അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നോക്കുക. ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും ഒരേ വിഷയങ്ങളായിരിക്കും നടപ്പിലാക്കുക. ഒരേ വിഷയം, നരബലിയുടെ വിഷയം. കേരളം ലോകം മുഴുവനും ചർച്ച ചെയ്യാണ് കേരളത്തിന്റെ വിഷയത്തിൽ. ആരും മലയാളികൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൂടെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കും ലോകം മുഴുവനും ചർച്ച ചെയ്യുക. ഏത് ലോകം? ലോകം ഭരിക്കുന്നവന് വേണ്ടി ചെയ്യപ്പെട്ട കാര്യമാണ്. ലോകം ഭരിക്കുന്നവന് വേണ്ടി ചെയ്യപ്പെട്ട കാര്യം ലോകമൊന്നും ചർച്ച ചെയ്യുന്നില്ല, മലയാളികൾ ചർച്ച ചെയ്യും. കാരണം മലയാളികൾ സാക്ഷര സമ്പന്ന പ്രബുദ്ധ മലയാളികൾ, അവരുടെ മുമ്പിൽ ഇതൊരു അത്ഭുതമാണ്, നമുക്കൊരു പുതുമയാണ്. പക്ഷെ ഇത് ലോകം മുഴുവനൊന്നും ചർച്ച ചെയ്യുന്നില്ല. കാരണം ലോകത്ത് ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്ന സംവിധാനങ്ങൾ ലോകത്ത് നിൽക്കുക. ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്ന ആളുകളാണ് ഉള്ളത്. ആ ലോകത്ത് ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്ന ആളുകളുടെ സംവിധാനമാണ് ലോകത്തിലുള്ളതെങ്കിൽ അവർ ലോകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏക ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിനെയാണ്. അവിടെ ഏറ്റവും തടസ്സമായി മാറുന്നത് മതവും വിശ്വാസവുമാണ്. മതവും വിശ്വാസവുമാണ്. ഈ മതവും വിശ്വാസവും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകണം. മതങ്ങളും വിശ്വാസങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇല്ലാത്തൊരു സാമൂഹിക സാഹചര്യം ഉണ്ടാകണം. അതവർ അനിവാര്യമായി ഇവർ കണ്ടിരിക്കുന്നു. അതിനെന്താ ചെയ്യാൻ പറ്റുക? അതിനെന്ത് വേണം? അതിന് പതുക്കെ 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 മനുഷ്യന്റെ മനസ്സുകൾക്കുള്ളിലേക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ട് കടന്ന് വരാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് സഹോദരിമാർ. എന്തേ കാരണം? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സ്ട്രെയിറ്റ് വേ ചിന്തിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഭാഗത്തൂടെ ചിന്തിച്ചാൽ സഹോദരിമാർ സ്ട്രെയിറ്റ് വേ ചിന്തിക്കുന്നത്, വളഞ്ഞു ചിന്തിക്കാൻ അവർക്കറിയില്ല. വേറെ ചില ഭാഗത്ത് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റുമാണ്. വലിയ സംഭവങ്ങളായിട്ട് നമ്മൾ പലതും പറയാറുണ്ട്. സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അഭിസാരികകളായ സ്ത്രീകൾ അല്ലെങ്കിൽ അവിഹിത ബന്ധം പുലർത്തുന്ന സ്ത്രീകൾ, അവർ ഗർഭവതികളാണെങ്കിൽ അവർക്ക് ഗർഭമലസിപ്പിക്കുവാൻ, അബോർഷൻ ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സവുമില്ല. MDP എന്ന് ഓമന പേരിട്ടുകൊണ്ട് പിഞ്ചു കുഞ്ഞിന്റെ ഭ്രൂണഹത്യ നടക്കുമ്പോൾ ഈ നരബലിയുടെ വിഷയം കേരളം മുഴുവനും, ഇന്ത്യ രാജ്യം മുഴുവനും, ലോകം മുഴുവനും ചർച്ച ചെയ്യുമ്പോൾ എന്തേ ഭ്രൂണഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല? നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ജീവനുള്ളൊരു മനുഷ്യനെ ബലിപീഠത്തിൽ വെച്ച് ബലിയിറക്കുമ്പോൾ, ഒരു മനുഷ്യനെ ക്രൂരമായ കുരുതിക്ക് വിധേയമാക്കുമ്പോൾ ആ കുരുതിക്കളത്തിലെ മനുഷ്യന്റെ ജീവനെക്കുറിച്ച് വാചാലരാകുന്ന നാം എന്തേ മനുഷ്യന്റെ ഉദരത്തിന്റെ ഉള്ളിൽ വളരുന്ന ഒരു പിഞ്ചു പൈതൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന രംഗം ഇന്നത്തെ അത്യന്താധുനിക സ്കാനിങ് സംവിധാനങ്ങളിലൂടെ നമുക്ക് കാണാം. എങ്ങനെയാണോ ജീവനുള്ളൊരു മനുഷ്യൻ പിടഞ്ഞ് മരിക്കുക, അതുപോലെ കൈകാലുകൾ ഇട്ടടിച്ചുകൊണ്ട്, അതുപോലെ ആർത്ത് വിളിച്ചുകൊണ്ട്, അതുപോലെ ശ്വാസം മുട്ടി ഞെരിഞ്ഞ് ഞെരിഞ്ഞ് അമർന്ന് മരിക്കുന്ന പിഞ്ചു പൈതത്തിന്റെ ഭ്രൂണം ഉദരത്തിന്റെ ഉള്ളിൽ മരണപ്പെടുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞു കുഞ്ഞിന് വേണ്ടി ശബ്ദിക്കാൻ എന്തേ പ്രബുദ്ധ മലയാളി ഇല്ലാതെ പോയി? ഒരേ ദിവസത്തിൽ തന്നെ കോടതി വിധിക്കുന്നു. എന്തായി കോടതികൾ? ആർക്കു വേണ്ടി സംസാരിക്കുന്നു? ആരാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്? ഒരു ഭാഗത്ത് മനുഷ്യന്റെ നരബലിയെക്കുറിച്ച് വലിയ വാചാലരാകുന്ന ആളുകൾ, മറുഭാഗത്ത് കുഞ്ഞു പൈതങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിനെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ എന്തേ ഈ ലോകത്ത് നടക്കുന്നു? ഇത് വ്യവസ്ഥാപിതമായി ഇത് നടപ്പിലാക്കുവാൻ, ഇതിങ്ങനെ നടക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പരിശ്രമത്തോടെ ലോകത്ത് കടന്നു വന്നൊരു സമൂഹമാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുക. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് നാം കാണുന്ന സർക്കാരുകളല്ല, വെറും സ്റ്റാമ്പുകളാണ് സർക്കാരുകൾ. നാം മനസ്സിലാക്കുന്നത് പോലെയല്ല. എൻ്റെ അടുത്തൊരു ചിത്രം ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. ലോകം ഭരിക്കുന്ന ഭരണാധികാരി ബരാക് ഹുസൈൻ ഒബാമ, അമേരിക്കയുടെ പ്രസിഡന്റാണ്.
ആ ബരാക് ഒബാമ ഒരു മനുഷ്യനിങ്ങനെ തല ചീകി കൊടുക്കുന്ന ഒരു ചിത്രം, പുറകിൽ നിന്നിട്ട് തല ചീകി കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ഒബാമ പുറകിൽ നിന്നിട്ട് തല ചീകി കൊടുക്കുന്ന ഒരു ചിത്രം കാണാം ഒരാളിന്. അയാൾ തല ചീകി കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഇതാ ചിത്രമാണ്. നമ്മളെ സമൂഹത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ? നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രിക്ക് 16 പേര് സെക്യൂരിറ്റി ഉണ്ടാവും, 16 ഖാദിമീങ്ങൾ ഉണ്ടാവും. ഇവിടെ അമേരിക്കയുടെ പ്രസിഡന്റാണ് ഒബാമ. ഈ ഒബാമ വേറൊരുത്തൻ്റെ അയാളുടെ ഭാര്യ, ഒബാമ അല്ല, ഈ തല ചീകി കൊടുക്കപ്പെടുന്നയാളിൻ്റെ ഭാര്യ. അയാൾ പുറകിലിരിക്കുക, ഒബാമ എങ്ങനെ ബാക്ക് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയോ പുറകിലൊന്നുകൊണ്ട് തല ചീകി കെട്ടിക്കൊടുക്കുക. അപ്പൊ ആരാ ലോകത്ത് യഥാർത്ഥ പ്രസിഡന്റ്? അതാരും ആകട്ടെ, നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്താ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക, എന്താ ഇവിടെ നടക്കുക? അതിഭയാനകമാണ്. മാസങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ഭയാനകമായ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഒരു 2 വർഷം, നമുക്ക് തൊട്ട് മുമ്പിൽ കടന്നുപോയ 2 വർഷം ഉണ്ടല്ല, ഭീകരമായ 2 വർഷമാണ്. നമ്മൾ സ്വപ്നം കാണാത്ത 2 വർഷമാണ് കടന്നുപോയത്. ഈ ഭീകരമായ 2 വർഷം കൊറോണ എന്ന ഒരു വലിയ സംഭവത്തിനെ സൃഷ്ടിച്ചിട്ടാ പറഞ്ഞ കൊറോണ. ഞാനതിനെ കുറേ നുണ എന്നാ പറയാ, കുറേ നുണ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്ക് വിഷയമല്ല, ഞാനതിനെ പറയാം കുറേ നുണ എന്നാണ്. ഇന്നല്ല പറഞ്ഞത്, 2020 ജനുവരി മാസം എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നോക്കിയാൽ അന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ നുണയാണെന്ന്. എന്താണെന്നറിയോ? എന്താ കാര്യം? അതെ, അതാണ് ഇന്ന് പഠിച്ചിട്ടാ പറയാം, വെറുതെ പറയല്ല. എന്താ ഈ ലോകത്ത് നടക്കുക? എന്താണ് നടന്നുകൊണ്ടിരിക്കുക? ക്വാറന്റൈൻ ആദ്യം നമ്മൾ എന്നാ കേട്ടത്? എന്നാ ഈ ക്വാറന്റൈൻ്റെ വാക്ക് കേട്ടത്? എത്ര വർഷമായി ക്വാറന്റൈൻ കേൾക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് കാലം. ആ കുറച്ച് കാലമാണ്. നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇലുമിനാറ്റി പ്ലേയിങ് കാർഡ് എന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ടല്ലോ, 2001 തകർന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ. ആ 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നെങ്കിൽ ആ ട്രേഡ് സെൻറ്റർ തകർക്കപ്പെടുന്നതിൻ്റെ ചിത്രം 2001 സെപ്റ്റംബർ മാസം 11 ട്രേഡ് സെൻറ്ററിൽ വിമാനം ഇടിച്ചു കയറുകയാണ്, തവിട് പൊടിയാകുന്നു. ആ ചിത്രം 1992 ഗൂഗിളിലതുണ്ട്. അത് മാത്രമല്ല, പെൻറ്റഗണിൽ ഇടിച്ചിറങ്ങണതുമുണ്ട്. അന്നത്തെ ചിത്രമാണ്. ക്വാറന്റൈൻ, മാസ്ക്, സാനിറ്റൈസർ, പിന്നെ പാൻഡമിക്കിൻ്റെ കാർഡുകൾ, ഈ സംഗതികളെല്ലാം വർഷം എത്ര കഴിഞ്ഞു നോക്കണം. ഇതെന്നാ പുറത്തു വന്നേ? 2015 ഇതിൻ്റെ പാറ്റന്റ് എടുത്തിരിക്കുന്നു. 2017 പാൻഡമിക്കിൻ്റെ കിറ്റ് ഇറക്കിയിരിക്കുന്നു. എന്നിട്ടത് സമൂഹത്തിൽ ട്രയൽ റൺ നടത്തിലാക്കിയിരിക്കുന്നു. ഡെമോ വീഡിയോകൾ ഒട്ടിച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് 2019 ഈ സാധനം വരും. അതൊരു വല്ലാത്ത സംഭവമാണെന്നാണ് മനസ്സിലാക്കിയത്. എല്ലാവരും പറഞ്ഞു, വിശ്വസിച്ചു, ഏറ്റു പറഞ്ഞു. പള്ളികളായ പള്ളികൾ മുഴുവനും അടച്ചുപൂട്ടി ഇല്ലേ? മുഴുവനും പള്ളികൾ അടച്ചുപൂട്ടിയില്ലേ? സാമാന്യ നമ്മുടെ യുക്തി, നമ്മുടെ ചിന്തയുണ്ടല്ലോ, ഇതൊന്ന് തുറന്നു വെക്കണം. ഞാൻ പറയും ഹദാനി അല്ലാഹു ബിൽ കൊറോണ എന്ന് പറയും. പടച്ചു എനിക്ക് ഈ സത്യവും അസത്യമൊക്കെ ഒന്ന് കുറച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ പടച്ചു എനിക്ക് തോഫിക്കുന്നത് ഇതിലൂടെ ഒരു വിഭാഗം ആളുകൾ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ഇല്ലാതാകണം. ഒരു വിഭാഗം ആളുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. യൂജിനിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് മരിച്ചു പോകണം. നമ്മളാരും ഇവിടെ ജീവിക്കാൻ പാടില്ല. അതിനുവേണ്ടി വ്യവസ്ഥാപിതമായ പദ്ധതികളാണ്. ഡീപോപ്പുലേഷൻ ത്രൂ ഫോഴ്സ്ഡ് വാക്സിൻ. 2011 വാർത്തയാണ്. ഇൻഡിപെൻഡന്റ്, സോവറൻ ഇൻഡിപെൻഡന്റ് എന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ 2011 വാർത്തയാണ്. എന്നാ വന്നേന്നറിയോ? 2011. ഈ സംഭവം ഈ എടുത്ത് മറിക്കലെല്ലാം വന്നിട്ട് 19-20. എന്താ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക? നമ്മൾ മനസ്സിലാക്കുന്നതിനും എത്രയോ അപ്പുറം അതിഭീകരമായ ഒരു ലോകത്തിൻ്റെ ക്രമത്തിലേക്കാണ് നമ്മൾ പോവുക. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ അന്തരീക്ഷങ്ങൾ നാം പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ അതിഭയാനകമായ ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. 2020 തുടക്കം, 2020 അവസാനം രാഷ്ട്രീയ സഹാറ ഉറുദു ഒരു പത്രം, രാഷ്ട്രീയ സഹാറ ഉറുദു ഒരു വാർത്ത പുറപ്പെടുവിച്ചിരുന്നു. ആ വാർത്ത ഇതാണ്: ഉമ്മത്തെ മുസ്ലിമ കെ ഖിലാഫ് ഗഹരി സാസിഷ് ബാനിക്കാം ഹം മുസൽമാനോं का दिमाग से खुदा पर मर मिटने की जो कुदरती कुव्वत निकालेंगे. ബിൽ ഗേറ്റ്സ് കി ഗുഫ്തവു. ആരാ ലോകം ഭരിക്കുക? ബിൽ ഗേറ്റ്സ്. ഇന്ന് പ്രത്യക്ഷത്തിൽ മനുഷ്യ ലോകത്ത് ഒരു ഭരണാധികാരി എന്ന് പറയാൻ പറ്റുമെങ്കിൽ ബിൽ ഗേറ്റ്സ് ആണ് ലോകം ഭരിക്കുക. ബിൽ ഗേറ്റ്സിനെ നമ്മൾ കേട്ടെങ്ങനെ 2000 കോടി രൂപ പുള്ളിക്കാരൻ അങ്ങോട്ട് സംഭാവന കൊടുക്കാൻ പോകുന്നു പറഞ്ഞാൽ, അതെ ഞാനെന്ന് പറഞ്ഞു 2000 കൊടുക്കണം. ഈ കൊന്നുണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, ഇത് കൊടുത്തേ മതിയാകൂ. ആ 2000 കോടി രൂപ അയാളെ സംഭാവന കൊടുക്കാൻ പോകുന്നു എന്നാ പറഞ്ഞത്. ഇനി നമസ്കാരത്തിൻ്റെ കാര്യമെടുക്കും,
ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. 5 പ്രാവശ്യം ഈ വിളിയാളം ഉയരുമ്പോൾ പള്ളിയുടെ പരിസരങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെ എത്ര പേരാണ് പള്ളിയിലേക്ക് വരിക? വരുന്ന ആളുകൾ തന്നെ തൻ്റെ വീടിൽ നിന്ന് വീട് വിട്ടിറങ്ങി വരുമ്പോൾ തന്നോടൊപ്പം ഒരുമിച്ച് ചേർന്നിരുന്ന പൂച്ചയോ കാക്കയോ അല്ലെങ്കിൽ വീട്ടിലെ വളർത്തുമൃഗങ്ങളോ പള്ളിയിലേക്ക് വരാറില്ല. മനുഷ്യൻ മാത്രമേ പള്ളിയിലേക്ക് പോകാറുള്ളൂ. എന്തേ കാരണം? മനുഷ്യ, ഞാനും നിങ്ങളും അടക്കമുള്ള ഈ ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ച 18,000 ജീവവർഗങ്ങളെ കുറിച്ചാണ് ആധുനിക സുവോളജിക്കൽ സയൻസ് പറയാ. ഈ 18,000 ജീവവർഗങ്ങളിൽ ഒരു ജീവിക്കും മാത്രമാണ് പ്രത്യേകതകളുള്ളത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ ഒരു മനുഷ്യനെ ഇന്ന് ഈ സദസ്സിലേക്ക് കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരു പക്ഷേ ഹൃദയം പൊട്ടി മരിച്ചു പോകും. കാരണം പന്തളത്ത് നിന്നും 1000 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു മാമ, ആ മാമ ഈ സദസ്സിലേക്ക് വരുമ്പോൾ അന്തം വിട്ട് നോക്കുകയാണ്. പടച്ചറബേ, സൂര്യനാണോ ഇത്, ചന്ദ്രനാണോ? ഒരു പിടിയില്ല. കാരണം പുള്ളി ഇത് കണ്ടിട്ടില്ലല്ലോ. ഒരു സാധനം ഇങ്ങനെ കറങ്ങാണ്. ആ കറങ്ങുന്ന സാധനം പണ്ട് തുമ്പി കറങ്ങണത് കണ്ടിട്ടുണ്ട്, ചിത്രശലഭം, പക്ഷിപ്പറവാദികളെ കണ്ടു. ഇതെന്ത് സാധനമായി കറങ്ങാ? ഒരു പിടി ഉണ്ടാവൂല. നല്ല വെട്ടിത്തിളങ്ങി. അന്ന് അവരുടെ കാലത്ത് പാതിരാത്രിയായി കഴിഞ്ഞാൽ ഒരു പ്രകാശത്തിൻ്റെ കണിക വേണമെങ്കിൽ എണ്ണയൊഴിച്ച് തിരികത്തിച്ചു വെക്കണം. ഇന്ന് പകല് പോലെയാണ് പല പട്ടണങ്ങളും, പകല് പോലെയാ. അതിൽ രാത്രിയില്ലാത്ത പട്ടണങ്ങളാണെന്ന് ലോകത്തിലുള്ളത്. അന്തം വിട്ടുപോകും. എന്നാൽ ആ മനുഷ്യൻ ഇന്ന് വരുമ്പോൾ ഈ കണ്ട മാറ്റങ്ങൾ, എന്നാൽ അതേ മനുഷ്യൻ ജീവിച്ച ആ കാലത്ത്, ആ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ച ജീവജാലങ്ങൾ, അന്നൊത്തൊരു കാക്ക ഇന്ന് കൊണ്ടുവരുന്നു, ഒരു പൂച്ചയെ കൊണ്ടുവരുന്നു, ഒരു കുരുവിയെ കൊണ്ടുവരുന്നു. അത് നോക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാക്ക ഇര തേടിപ്പോകുന്നത് എങ്ങനെയാ? ആധുനിക കാലമായി രാവിലെ ഓട്ടോ വിളിച്ചു പോവാം. കാക്ക പോവോ? പന്തളത്ത് മാർക്കറ്റ് കാക്ക പോയി. ഈ പള്ളിപ്പറമ്പിലെ കാക്ക അല്ലെങ്കിൽ പള്ളിയിലെ അയൽവക്കത്തെ വീട്ടിലെ കാക്ക രാവിലെ ഓട്ടോ വിളിച്ച് മാർക്കറ്റിൽ പോയി പച്ചക്കറിയോ അല്ലെങ്കിൽ അതിനാവശ്യമായ സാധനം വാങ്ങോ? ഇല്ല. അത് പറന്ന് തന്നെ പോവും. കാരണം അത് പഠിച്ച സയൻസ് അതാണ്. അതതിൻ്റെ ബ്രെയിൻ അതങ്ങനെ തന്നെ അങ്ങ് പോവുക. പൂച്ചയും അങ്ങനെ തന്നെ, നായയും അങ്ങനെ തന്നെ, എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. എന്നാലോ മനുഷ്യൻ എങ്ങനെയാണോ? അല്ല. ഇന്നലകളിലുള്ളതുപോലെയല്ല ഇന്ന് നമ്മളുള്ളത്. ഇന്നലകളിലുള്ളതിൽ നിന്ന് ഇന്ന് രാപ്പകൽ വ്യത്യാസമായി. നമ്മുടെ ജീവിതം തന്നെ മാറി. ജീവിതം മാറി. ഈ മാറ്റം എന്തേ? മനുഷ്യന് മാത്രം എന്തേ? അറബ് ഭാഷയും അല്ലെങ്കിൽ ഭാഷാശാസ്ത്രവും പിന്നെ മന്ദിക്കുമൊക്കെ പഠിക്കുന്ന ഉസ്താദന്മാരുടെ ലോകത്ത് പഠിക്കുമ്പോൾ ഇതിന് പറയുന്നൊരു പേരുണ്ട്, ഇൻസാൻ നാത്തിക് എന്ന് പറയും. സവിശേഷ ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യനെന്നാണ്. തിരിച്ചറിവുള്ള, മാറ്റങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതാണ്. അപ്പോൾ ഈ ഇൻസാൻ നാത്തിക് എന്ന് പറയും. ഈ മനുഷ്യന് മാത്രം പ്രത്യേകത നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. അതിനാണ് ഖുദ്റത്തി ജീൻ എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നാട്ടിലുള്ള നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിൽ മാത്രമുള്ള പ്രത്യേകമായ ചില ഘടകമുണ്ട്. അതിന് ഖുദ്റത്തി ജീൻ എന്നാണ് അതിന് പറയാ. ഖുദാഇ ജീൻ. ഇതെങ്ങനെ മനുഷ്യനെന്ന് ഇല്ലാതാക്കാൻ പറ്റും? ഇതെന്ന് നടന്നതാ? 2005 ഈ വാർത്ത വരുമ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഞാൻ ഈ വാർത്ത അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന നേതാക്കളെ, ഈ ഒഴുക്കിനൊത്ത് കാലത്തിനൊത്ത് ഓടിക്കൊണ്ടിരിക്കാതെ, പറയപ്പെടുന്ന കാര്യങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി വിശ്വസിക്കാതെ ഇതിനെതിരെ ഒരു സംശയം ഉന്നയിക്കാനെങ്കിൽ എന്തേ നമുക്ക് കഴിഞ്ഞു പോകുന്നില്ല? എന്തേ നമുക്ക് കഴിയാത്തത്? അപ്പോൾ ആദ്യം പറഞ്ഞു, അത് ചിലപ്പോൾ വെറും കെട്ട് വാർത്തയായിരിക്കും. ആ വാർത്തയുടെ ബാക്കി ഭാഗം നമ്മൾ ആലോചിക്കണം. എന്താണെന്നറിയോ? ബിൽഗേറ്റ്സ് की अहम इजलास की वीडियो उसका मंजर आम पर आना है अल्लाह की मदद और आलम इस्लाम के लिए. അതായത് മനുഷ്യൻ, ഞാനും നിങ്ങളും അടക്കമുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ മനുഷ്യത്വമില്ലാത്തൊരു ലോകം, നമ്മുടെ സ്ത്രീകളെ മനുഷ്യ സ്ത്രീകളല്ലാതെയാക്കാൻ എങ്ങനെ പറ്റും, നമ്മുടെ കുട്ടികളെ പൈശാചിക സ്വഭാവത്തിലുള്ള കുട്ടികളാക്കി എങ്ങനെ മാറ്റാൻ പറ്റും, ഇതിനുവേണ്ടി മനുഷ്യൻ പ്രയത്നിക്കുന്നു എന്നാണ്. ഇതിനുവേണ്ടി മനുഷ്യൻ പ്രയത്നിക്കുന്നു, അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടികൾ എന്താ അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നതെന്നറിയോ? അയാൾ പറയാണ്, और आलमी कुव्वतों का हम नुमाइंदों वसाइंदों पर मुश्तमिल टीम को ब्रीफ करता है कि इंसान में खुदा से ताल्लुक बनाए रखते और खुदा के नाम पर मरने की जो कुदरती कुव्वत होते हैं. മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹ് എന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ
ഹയ്യ അലസ്സലാ. ഈ ശബ്ദമങ്ങ് കേട്ടുകഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇദാ ദുകിറത്ത് ഖുലൂ ഇദാ ദുകിറത്ത്, അല്ലാഹുവിൻ്റെ നാമം കേട്ടുകഴിഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഖുർആനിൻ്റെ വചനങ്ങൾ, ഈമാനിൻ്റെ വചനങ്ങൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ മനസ്സ് പിടപെടക്കുന്നതാണ്, മനസ്സിൽ ചാഞ്ചല്യമുണ്ടാകുന്നതാ. പള്ളിയിലേക്ക് പോകണം, അല്ലാഹു ആകുന്ന എൻ്റെ രക്ഷിതാവിൻ്റെ വിളിയാണ്, ആ റബ്ബിൻ്റെ മുമ്പിലേക്ക് പോയി സുജൂദ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാ. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലെ, ആ മനുഷ്യൻ്റെ തലച്ചോറിലിരിക്കുന്ന ഒരു ഘടകമുണ്ട്, ഒരു ജീനുണ്ട്. ആ ജീനിനെ എങ്ങനെ നമുക്കില്ലായ്മ ചെയ്യാൻ കഴിയും? അതിനെ നമുക്കില്ലായ്മ ചെയ്യണം. എന്തിനു വേണ്ടിയാ? അയാൾ പറയാണ്, ബിൽഗേറ്റ്സ് ആലമി ഗുഫ്തംഗുൻ മാഇന്ദോങ്ക സാദ്. അയാൾ പറയാണ് എന്താണെന്നറിയോ? ദിമാഗ് സേ ഖുദാ ഈ ജീൻ കൈസേ നികാൽ ബാഹർ കി ജാ സക്തെ ഓ ഹമാരെ യാ ദജ്ജാൽ കെ ലിയെ മുസ്തഖ്ബൽ മേൻ കബി ഖത്റാ ന ഹോ. നമുക്കോ നമ്മുടെ നേതാവ് ദജ്ജാലിനോ ബുദ്ധിമുട്ടുണ്ടാകരുത്. ദജ്ജാലിനെ നേതാവായി കാണുന്നൊരു സമൂഹം. ആരാ ദജ്ജാല്? എന്തേ നമ്മുടെ സഹോദരിമാർ ഇന്ന് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾക്കെതിരെ ശബ്ദിക്കുവാൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വാക്കുകൾ അവർക്ക് സത്യസന്ധമാണ്, അവരുടെ മുമ്പിൽ വളരെ അടിസ്ഥാനമുള്ളതാണ്. അതിനെതിരെയുള്ള ദീനിൻ്റെയും മതങ്ങളുടെയും നിയമങ്ങൾ അത് പ്രാകൃതമാണെന്ന് പറയാൻ അവർ ആർജവത്തോടെയും ധൈര്യത്തോടെയുമാണ് പറയാ. എന്തേ അവർക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യം വരുന്നു? ആദരമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സദസ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ എല്ലാവരും പള്ളിയിലേക്ക് കയറിയിരിക്കുക. എല്ലാവരും കടന്നിരുന്നപ്പോൾ ഒരു സ്വഹാബി വര്യൻ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങളുടെ കാതിലേക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി അരികിലേക്ക് ഇരിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നി ഉഹദ്ദിസുക്കും, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഹദീസ് എന്തെന്നറിയുമോ? ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തെന്നറിയുമോ? ഏതൊരു കാര്യമാണോ നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചു വന്നത്, അതാണ് എൻ്റെ അടുക്കൽ വന്നിരുന്നു കൊണ്ട് സംസാരിച്ച ഈ തമീമുദ്ദാരി എന്നോട് പറഞ്ഞത്. മഹാനായ തമീമുദ്ദാരി എന്ന സ്വഹാബി വര്യൻ, ആ സ്വഹാബി വര്യന്റെ ജഹാലത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സമുദ്രത്തിലൂടെ യാത്ര ചെയ്തു പോയ ഒരു യാത്രയെക്കുറിച്ചാണ് പറയാം. ആ യാത്രക്കിടയിൽ അവർ സഞ്ചരിച്ച കപ്പല് അവരെ കൊണ്ട് ആടി ഉലഞ്ഞ് കപ്പൽ തകർന്നു. ഒരു പലകയിൽ ആ കപ്പലിന്റെ കപ്പൽ തകരുന്ന അവസ്ഥയിലെത്തി. അത് ദിശ മാറി ഒരു വിജനമായ പ്രദേശത്തിലെ ഒരു ദ്വീപിലേക്ക് എത്തപ്പെട്ടു. ആ ദ്വീപിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു വൈമാകാരമായൊരു രൂപം, ആഖിറുസ്സമാനിന്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അവസാനം ആ തമീമുദ്ദാരി എന്ന സ്വഹാബി വര്യൻ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് എത്തുന്നു. ഭീമാകാരനായൊരു മനുഷ്യനെ അവിടെ ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കി ഇട്ടിരിക്കുന്നു. ആ ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കി ഇട്ടിരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ആരാണെന്ന് ജസ്സാസ ചോദിക്കാൻ പറഞ്ഞപ്പോ, ആ ജസ്സാസ എന്ന രൂപം ചോദിക്കാൻ പറഞ്ഞതുപോലെ ചോദിച്ചു, മൻ അന്ത, നീ ആരാണ്? വൈഹക്, ആരാണ് നീ? പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്നാ വരിക? നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ആൻസർ പറഞ്ഞു തരുമ്പോൾ ഓരോന്ന് ചോദിക്കുകയാണ്. ഇന്ന നാട്ടിലെ തടാകത്തിൽ, തിബിരിയ തടാകത്തിലെ വെള്ളം തീർന്നിട്ടുണ്ടോ? ഇല്ല, താമസിയാതെ തീരും. ബൈസാൻഡിയൻ തോട്ടത്തിലെ ഈന്തപ്പനകൾ, അതിലെ കായ്കനികൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അത് താമസിയാതെ അങ്ങനെയാകും. ഇങ്ങനെ ഓരോന്ന് പറയണം. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, ആരാണ് നീ? പറഞ്ഞു, ഞാനാണ് മസീഹുദ്ദജ്ജാൽ. മഹാനായ തമീമുദ്ദാരി എന്ന ക്രിസ്ത്യാനിയാണ്. തമീമുദ്ദാരിക്ക് ക്രൈസ്തവ വിശ്വാസവും ബൈബിളും പറയുന്നൊരു വിശ്വാസവും കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലൊന്നും അറിയില്ല. ഏതായിരുന്നാലും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ സംഭവമെല്ലാം റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ പറയാം. ആ ഹദീസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അതുപോലത്തെ സമാനമായ ഒരുപാട് വിഷയങ്ങൾ ആഖിറുസ്സമാനുമായി ബന്ധപ്പെട്ട ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ആ വിഷയങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ ദജ്ജാൽ തമീമുദ്ദാരിയോട് പറഞ്ഞു. തമീമുദ്ദാരി ദജ്ജാലിനോട് ചോദിച്ചു, എന്നാണ് ദജ്ജാൽ നീ പുറത്തേക്ക് വരിക? എന്നാണ് നമ്മിലേക്ക് വരിക? എന്നാണ് നാട്ടിലേക്ക് വരിക? ആ ദജ്ജാൽ എന്നാണ് നാട്ടിലേക്ക് വരിക? ആ വരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോ, ആ വരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ സമയത്ത് ദജ്ജാൽ പറഞ്ഞു, ഇദാ ളുഹൂറുൽ ഫുഹൂർ,
ഫുഹൂഷ്. സ്ത്രീകൾ ആഭാസകരമായ ജീവിതത്തിലേക്ക് ഇറങ്ങി സാമൂഹിക തിന്മകൾ സർവ്വവ്യാപകമായി സാധാരണമായി മാറുന്നൊരു കാലം വന്നാൽ, സ്ത്രീ സമൂഹത്തിൽ വ്യാപകമായ തിന്മകൾ നടപ്പിലാക്കപ്പെടുന്ന കാലം വന്നാൽ, അന്നാണ് ആ ദജ്ജാലിന്റെ പുറപ്പാട് പുറത്തേക്ക് വരുന്നത്. അന്നാണ് ദജ്ജാൽ പുറത്തേക്ക് വരിക. ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ് ഫർതഖിബു ഇൻദ ദാലിക റിഹൻ ഹംറാ. വാദ്യോപകരണങ്ങളുടെ, റിയാലിറ്റി ഷോകളുടെ, മ്യൂസിക് തരംഗങ്ങളുടെ, വാദ്യോപകരണങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ സമൂഹത്തിൽ വ്യാപകമാകുന്ന കാലമെന്ന് വരുമോ, അന്നാണ് ലോകം അവസാനിക്കുക, അന്നാണ് ഖിയാമത്ത് വരിക, അന്നാണ് ഞാനും നിങ്ങളിലേക്ക് വരിക. എൻ്റെ പ്രിയമുള്ളവരെ, ദജ്ജാലിന്റെ കടന്നുവരവിന്റെ കാലം ലോകത്ത് ളുഹൂറുൽ ഫുഹൂഷ് ആവശ്യമായി വരുന്നുവെന്നവർ മനസ്സിലാക്കുന്നു. ളുഹൂറുൽ ഫുഹൂഷ് നിർബന്ധമാണെന്നവർ മനസ്സിലാക്കുകയാ. അങ്ങനെ ഒരു കാലം വരണം, അത് ദജ്ജാലിന്റെ വരവിന്റെ ആവശ്യമാണ്. ഇന്ന് ലോകം ഭരിക്കുന്ന ദജ്ജാലിന്റെ അനുയായികളാ. അവർ ലോകം മുഴുവനും ദജ്ജാലിന്റെ താല്പര്യങ്ങൾ, ഇബ്ലീസിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാ. നഗ്നശരീരം, സ്ത്രീകളുടെ നഗ്നശരീരം ഈ കേരളത്തിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പട്ടണ പ്രദേശങ്ങളിലും കോട്ടയത്തും ഉൾപ്പെടെ സാത്താൻ സേവയുടെ കേന്ദ്രങ്ങൾ. പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. പിശാചിനെ ആരാധിക്കോ? അതെ, പിശാചിനെ അള്ളാഹുവിനെ, ഞാനും നിങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുന്നു. ഇതേപോലെ പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യർ സാത്താനിസ്റ്റുകൾ എന്നാണ് അവരെ പറയാ. ഇന്ന് ലോകം ഭരിക്കുന്നവരാണ്. അറിയോ? ഇന്ന് ലോകം ഭരിക്കുന്നത് അവരാ. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ഡൗട്ട്സ് നിങ്ങളെ ചിന്തിക്കാൻ വിട്ടുതരിക. സ്പൈഡർമാൻ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര സംഭവം സ്പൈഡർമാൻ, അല്ലേ മോനെ? ലോകം പറയാം, എന്ന് പറയാം സ്പൈഡർമാൻ. എന്തോ സ്പൈഡർമാൻ ഒരു ചിലന്തിയുടെ കോലമൊക്കെ ഉള്ള, അല്ലേ? സ്പൈഡർമാൻ്റെ സ്വഭാവം എന്തൊക്കെയാ? എന്താ സ്പൈഡർമാൻ്റെ കാര്യം? ഇങ്ങനെയുള്ള കുത്ത് മലയിലൊക്കെ വലിഞ്ഞു കയറുമല്ലേ? ഇപ്പം ഈ കമ്പി, ഈ നാട്ടി നിർത്തിക്കണ കമ്പി, ഇതിൻ്റെ അതിലേക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ഏണിയും വേണ്ട, ഇങ്ങനെ കയറും, അല്ലേ? പ്രായമുള്ള ആളുകൾ ചിലപ്പോൾ സ്പൈഡർമാൻ തിരിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായിരുന്നാലും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊക്കെ അറിയാം, സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം. ഈ സ്പൈഡർമാൻ എവിടേക്കാ കയറുക? 100 നിലയുള്ള ഈഫൽ ടവർ, ചില്ല് കൊട്ടാരം, അല്ലേ? സിമന്റ് അല്ല, ഗ്ലാസ് ചില്ല്. ദൈ നിൽക്കുന്ന ഈ പള്ളിയുടെ മിനാരം സിമന്റ് കൊണ്ട് തേച്ച് പിടിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ഈ തേച്ച് പിടിപ്പിക്കപ്പെട്ട സിമന്റിന് പകരം 100 നിലയുടെ പൊക്കത്തിൽ ചില്ല് ഗ്ലാസ് കൊണ്ട് നാട്ടപ്പെട്ടിരിക്കുന്ന ചില്ല് കൊട്ടാരത്തിൽ ഇങ്ങനെ ചിലന്തിയുടെ രൂപത്തിലുള്ള മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു തരാം. ചിലന്തിയുടെ രൂപമല്ല, സാധാ കോലത്തിലുള്ള മനുഷ്യനാ. ആ സാധാ കോലത്തിലുള്ള മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു കയറുകയാണ്, നടന്നു കയറുന്നു. ഇങ്ങനെയാണ്, അത് ഇങ്ങനെ പോലുമല്ല, അല്ലേ? ഇങ്ങനെ 2 കൈയും കാലും വെച്ചുകൊണ്ട് ഒരു പല്ല് കയറുന്നത് പോലെ, ഒരു ഓന്ത് കയറുന്നത് പോലെ മനുഷ്യനിങ്ങനെ കയറുകയാണ്. ബുർജ് ഖലീഫയുടെ മുകളിൽ സ്പൈഡർമാൻ കയറി. ബുർജ് ഖലീഫയുടെ മുകളിൽ ഞാനൊന്ന് ചോദിക്കുകയാ, എത്ര വലിയ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന വിസ്ഫോടനങ്ങൾ ഉണ്ടായാലും ശരി, സ്പൈഡർമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യന് ചില്ലുകൊട്ടാരത്തിന്റെ ചില്ലുകളിലൂടെ ചവിട്ടിക്കയറി നടന്നു പോകാൻ കഴിയുമെങ്കിൽ ഞാനൊന്ന് ചോദിക്കുകയാ, എനിക്കും നിങ്ങൾക്കും അത് കഴിയും. ലലാലത്തിന്റെ പാതയിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാവണം. അള്ളാഹു കാക്കട്ടെ, എങ്കിൽ പറ്റൂ. ഇന്ന് ലോകം നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കേട്ടോ. ഞാനും നിങ്ങളൊക്കെ നിഷ്കളങ്കര പാവങ്ങളാ. ഈ ചില്ല് കൊട്ടാരത്തിൽ ഇങ്ങനെ നടന്നു കയറാൻ പറ്റുക. നയാഗ്ര വെള്ളച്ചാട്ടം 275 മീറ്റർ നീളം, 275 മീറ്റർ നീളമുള്ള വാഷിംഗ്ടണിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ 30 കിലോ ഭാരമുള്ള കമ്പിയുടെ പൈപ്പ്, 30 കിലോ ഭാരമുള്ള കമ്പിയുടെ പൈപ്പ് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഒരു റോപ്പിലൂടെ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതിഭീകരമായ അപകടകരമായ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ 275 മീറ്റർ, 1/4 കിലോമീറ്റർ ദൂരം വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ 2 പോസ്റ്റുകളിലായി കെട്ടി നാട്ടപ്പെട്ട റോപ്പ്. ആ റോപ്പിന്റെ മുകളിലൂടെ 30 കിലോ ഭാരമുള്ള കമ്പിയുടെ പൈപ്പും പിടിച്ചുകൊണ്ട് ഒരു റോപ്പിന്റെ മറ്റൊന്നിന്റെ സഹായം കൂടാതെ ഒരു ചെറുപ്പക്കാരൻ 25 മിനിറ്റ് കൊണ്ട് 275 മീറ്റർ നടന്ന് മറുകരയെത്തുന്നു. യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന വാർത്തകളാണ്. ഞാൻ ആ കട്ടിങ് എടുക്കാൻ വിട്ടുപോയി, എൻ്റെ അടുത്ത് ആ പത്രത്തിന്റെ കട്ടിങ് ഉണ്ടായിരുന്ന. ഇത് സാധിക്കുമോ? സാധിച്ച വാർത്തയാ ഞാൻ നിങ്ങളോട് പറയാം. ഇത് നടന്ന വാർത്തയാ, അല്ലേ?
ഇന്ന് നമ്മൾ കാണുകയല്ലേ, ഇന്നും കാണുകയാണ്. ഈ മുമ്പിലിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു മാജിക്കാണ് നടക്കുന്നതെങ്കിൽ, ഈ സദസ്സിലൊരു മാജിക്കാണ് നടക്കുന്നതെങ്കിൽ, മാജിക്കിന്റെ സദസ്സിലിരിക്കുന്ന ആ കുട്ടിയോട് ചോദിക്കും, മോനെ വിശക്കാണോ? അതെ വിശക്കാണ്. എന്ത് വേണം? ഐസ്ക്രീം വേണം. ഇതല്ലേ നടക്കുക? കണ്ടിട്ടില്ലേ? എന്ത് വേണം? വേണമെന്നുള്ളടുത്ത് തരും, വേണമെന്നുള്ളടുത്ത് കൈ തരും. ഇതൊന്നും ഒരു യാഥാർത്ഥ്യമാണോ? പക്ഷെ ഞാൻ ഈ പറഞ്ഞത് മാജിക് ആണോ എന്ന് ചോദിച്ചാൽ, മാജിക്കിന്റെ വിഷയത്തിൽ നിരൂപണം പറയുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ പറയും ഇല്ല, ഇത് പരിശീലനമാണെന്ന് പറയും. ഞാൻ ചോദിക്കുക, ആ പരിശീലനം പറയുന്നവനോട് ഞാനൊന്ന് ചോദിക്കുക, അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് വിളിക്കാൻ പറയും. ഞാൻ ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാം, അവരൊന്ന് കാണിച്ചു തരട്ടെ. 275 മീറ്റർ റോപ്പിലൂടെ 30 കിലോ ഭാരമുള്ള കമ്പിയും പിടിച്ചുകൊണ്ട് നടന്നു പോകാൻ ഏത് പരിശീലനം ഉണ്ടായാലാണ് പറ്റുക? ഈ ബുർജ് ഖലീഫയുടെ മുകളിൽ ഇങ്ങനെ ചന്തിയെ പോലെ കയറിപ്പോ അങ്ങനെയാ പറ്റുക? പറ്റും. ആർക്കാ പറ്റുക? അതാണ് പിശാജ്. പിശാജിന്റെ വക്താക്കൾക്ക് കഴിയും, പിശാജിന്റെ കൂട്ടാളികൾക്കാണത് കഴിയുക. പിശാജിന്റെ സഹായമുള്ളവർക്ക് കഴിയും. പിശാജ്, നമ്മൾ ഈ പിശാജിനെ കുറിച്ച് പറയുമ്പോൾ, പിശാജിന്റെ വിഷയം നമ്മൾ പറയുമ്പോൾ അതൊരു സാങ്കല്പികമായ എന്തോ സംഭവമാണ്. പിശാജ് എന്തോ ഒരു സാങ്കല്പിക സംഭവം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ല കേട്ടോ, പിശാജ് ഒരു സാങ്കല്പികമല്ല, പിശാജ് ഒരു യാഥാർത്ഥ്യമാണ്. ശയാത്വീനൽ ഇൻസി വൽ ജിൻ, മനുഷ്യ പിശാചുക്കൾ, ജിന്ന വിഭാഗത്തിലെ പിശാചുക്കൾ, മനുഷ്യ വിഭാഗത്തിലെ പിശാചുക്കൾ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ജിന്ന വിഭാഗത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ ലോക ജനതയോട് ഓതി കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുല്ലൂഹിയ ഇല്ലയ അന്നഹു ഇസ്തമാന ഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. അത്ഭുതകരമായ ഒരു ഖുർആനിനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. നബിയെ പറയുക, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമാന ഫറും മിനൽ ജിന്ന്. ജിന്ന് വിഭാഗത്തിനെ കുറിച്ച് മാത്രം പറയുന്നൊരു അധ്യായമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിൻ. ആ സൂറത്തുൽ ജിന്നെ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കണം, നന്നായിട്ടൊന്ന് പഠിക്കുക. എന്താണ് ആഭിചാരം? ഈ ആഭിചാരം ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഈ നരബലി എന്താണ്? ഈ നരബലി ചെയ്ത ആളുകളുണ്ടല്ലോ, ആ ഷാഫി ആയതുകൊണ്ട് അത് ഇസ്ലാം പഠിപ്പിച്ചു എന്നാ പറയാം. ഷാഫി ആയതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു എന്നാ പറയാ, അല്ലേ? അവനെ ബാക്കി ആരും പറഞ്ഞിട്ടില്ല, ബാക്കി ആരും ചെയ്തിട്ടില്ല. എന്നാ ഇത് തുടങ്ങിയത്? ലോകത്ത് നന്നാ തുടങ്ങിയ മനുഷ്യൻ എന്നുണ്ടായ അന്നുണ്ട്. തഫ്സീറുകൾ, കിതാബുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടായ കാലത്ത് തന്നെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനുഷ്യനുണ്ടായ കാലത്ത് തന്നെ ഈ ആഭിചാരക്രിയകളും ലോകത്ത് വന്നതിനെ കുറിച്ച് പറയാറുണ്ട്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം റസൂലുൻ ഇല്ലാ ഖാലൂ സാഹിറുൻ ഔ മജ്നൂൻ. ഒരു വിഭാഗം ആളുകൾ എന്താണെന്ന് അറിയാൻ പറയാം. ഇപ്പൊ ഇന്നും ഇന്നലെയൊക്കെയുള്ള പത്രവാർത്തകളും ചാനൽ ചർച്ചകളൊക്കെ എടുക്കുമ്പോൾ ഇത് അന്ധവിശ്വാസമാണ്, അങ്ങനെ ഒന്നും ഇല്ലാത്തതാണ്, അത് വെറുതെയാണ് എന്ന് പറയുന്നവരുണ്ട്. 150% തെറ്റാത്. ഒരു മതത്തിലും വിശ്വസിക്കുന്നവൻ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകൾ കൊണ്ട് സ്ഥിരീകരിച്ച് ഉറപ്പിച്ച് പറഞ്ഞ കാര്യം, ആദരവായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം, മുത്തവാത്തിറായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം, ലോകത്തെ മുഴുവൻ അഹ്ലുസുന്നയുടെ ഉലമാക്കളും ഏകോപിപ്പിച്ച് പറഞ്ഞ കാര്യം, മാരണം, ശുദ്രം, ആഭിചാരം ചെയ്യാൻ കഴിയും, അത് ഫലിക്കും, അത് വൻ പാപമാണ്. ഈ മുസ്ലിമെ അടുക്കുക പോലും ചെയ്യരുത്. 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ആ 7 വൻപാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമത് പറഞ്ഞു അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനോട് പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ പങ്കു ചേർത്ത് ആരാധിക്കലാണ്. രണ്ടാമത് പറഞ്ഞത് വസ്സിഹ്റു, മാരണം ചെയ്യലാണ്, ആഭിചാരം ചെയ്യലാ. 7 വൻപാപങ്ങളിലൊന്നായിട്ടാ പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞതാണ് വിഷയം വഖത്ലു, കൊലപാതകമാണ്, കൊലപാതകമാണ്. വഖത്ലുൻ നഫ്സി, ഒരു ശരീരത്തിനെ കൊലപ്പെടുത്തലാണ്.
അകാരണമായിട്ട് ഇസ്ലാം അനുവദിക്കുന്ന ന്യായമായ കാരണങ്ങളില്ലാതെ, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടല്ലാതെ അകാരണമായ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തല. അതിൻ്റെ ക്രമമൊന്ന് നോക്കണേ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ, ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകാവസാനത്തിൻ്റെ മുമ്പ് പിശാച് ഭരിക്കുന്നൊരു കാലം ലോകത്ത് വരുന്നതാ. ഇന്നാരാ ലോകം ഭരിക്കുക? പിശാച ഇന്ന് ലോകം ഭരിക്കുക. ആ പിശാചിൻ്റെ ഭരണകൂടം 1960 സാത്താനിക് ചർച്ച് 1960 ആന്റൺ എസ് ലെയോൺ, നിങ്ങൾ ഗൂഗിളിൽ നോക്കിൻ, ആന്റണി എസ് ലെയോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. ആന്റണി എസ് ലെയോൺ ലൂസിഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ കുറച്ചും പറഞ്ഞിട്ടുണ്ട്. ആ സിനിമ കാണാനൊന്നും അല്ല പറയാം, ചില പഠനാർഹമായ ചില വിഷയങ്ങളുണ്ട്. മതങ്ങൾക്ക് എപ്പോഴും അവരെതിരാണ്. മതങ്ങളുടെ വിശ്വാസത്തിനും അവരെതിരാണ്. അവരിത് വലിയ കുഴപ്പമെന്നാ പറയാ. ഇതേ വാക്ക് നമ്മുടെ നാട്ടിൽ പറയണ ആരാ? മതങ്ങളാണ് പ്രശ്നം എന്ന് പറയുന്ന ആരാ? മതങ്ങളൊക്കെ മനുഷ്യനെ മയക്കുന്ന, പിന്നെ കറുപ്പാണ് മനുഷ്യനെ ആകെ കുഴപ്പത്തിലാക്കി കളയും, മനുഷ്യനെ പിഴപ്പിച്ച് കളയും. ഇന്ന് ആ പറഞ്ഞ ആളുകൾ ഇന്ന് സംഘിസത്തിൻ്റെ വക്താക്കളായി മാറുന്നു, അല്ലേ? ഇന്ന് ഫാഷിസത്തിൻ്റെ ദല്ലാളുമാരായി മാറിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മതം അവർക്ക് വലിയ പ്രശ്നമെന്നാ പറയാം. അതെ, അവർ വിശ്വസിക്കുന്നത് മതങ്ങളിലല്ല, അവർ വിശ്വസിക്കുന്നത് ഇബ്ലീസിലാണ്, പിശാചിലാണ്. താഗൂത്ത്, പരിശുദ്ധ ഖുർആൻ താഗൂത്തിനെ കുറിച്ച് പറയാറുണ്ട്. ആരായി താഗൂത്ത്? ഇലാഹാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന പിശാചിനെ കുറിച്ചാണ് പറയാ. സാത്താനിസ്റ്റുകൾ എന്നാണ് അവരെ കുറിച്ച് പറയാ. പിശാചിനെ ആരാധിക്കുന്നവർ, അവരുടെ ഏറ്റവും വലിയ ആയുധമാണ് സ്ത്രീകൾ. സാത്താനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താക്കളാക്കി അവർ രംഗപ്രവേശനം ചെയ്ത് മുന്നിട്ട് കൊണ്ടുവരുന്നത് സ്ത്രീകളെയാണ്, പാവങ്ങളായ. ഉവൈസ് അമാനി ഉസ്താദിന്റെ ഏറെ വിജ്ഞാനപ്രദമായ ഈ പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗം ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിന്റെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സാത്താൻ സേവയും പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യ വിഭാഗവും അടക്കമുള്ള ഒരുപാട് അതിശയ വിഷയങ്ങൾ അടങ്ങിയ ഇതിന്റെ രണ്ടാം ഭാഗം ഞങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്.